ബി.ജെ.പിയുടെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം തിരുവനന്തപുരത്ത് തുടങ്ങിയിരിക്കുകയാണ്. ഈ പ്രതിനിധി സമ്മേളനത്തിലാണ് പുതിയ ബി.ജെ.പി അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് അനൗൺസ് ചെയ്യുന്നത്. ഇതിനായി കേന്ദ്ര നേതാക്കളടക്കം ബി.ജെ.പിയുടെ ഈ തെരഞ്ഞെടുപ്പ് നടപടികളുടെ ഭരണാധികാരിയായിരുന്ന നേതാവടക്കം മുൻഗാമികളടക്കം എത്തിയിട്ടുണ്ട്. പ്രകാശ് ജാവ്ദേക്കർ, പ്രഹ്ലാദ് ജോഷി, കെ സുരേന്ദ്രൻ, ഒ രാജഗോപാൽ, സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ അല്പസമയത്തിനകം തന്നെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായി ഔദ്യോഗികമായി ചുമതലയേൽക്കും. അതിനുശേഷം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുവാനുള്ള ചുമതല വരണാധികാരിയായി ശ്രീ പ്രഹ്ലാദ് ജോഷിയെയാണ് ദേശീയ നേതൃത്വം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർജി ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അദ്ദേഹത്തെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്ത സർട്ടിഫിക്കറ്റ് കൈമാറി ആ പ്രഖ്യാപനം നടത്തുവാൻ വേണ്ടി ശ്രീ പ്രഹ്ലാദ് ജോഷിയെ ക്ഷണിക്കുന്നു. With utmost happiness and with full confidence and support of you all people who are here, under the leadership of Prime Minister Shri Modi, many historical works have been done in recent days. That such person is Shri Rajiv Chandrasekhar. I know him from last more than 25 years. I declare him that he is unanimously elected as the President of the Bharatiya Janata Party Kerala unit. I congratulate him, and under his leadership, BJP, now in last election we have reached nearly about 19% of the votes. And under his leadership, with the guidance and the leadership of the Modi ji at national level, we will be a very, very important party, and we will be having a majority in the state of Kerala. With these words, I once again declare him that he is the state president of the Bharatiya Janata Party Kerala, who has been elected unanimously. സുഹൃത്തുക്കളെ, ഭാരതീയ ജനതാ പാർട്ടി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഐതിഹാസികമായ വിജയങ്ങൾ നേടി മുന്നോട്ട് പോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ നമ്മൾ ജനാധിപത്യ രീതിയിൽ നടത്തിയ ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി ശ്രീ രാജീവ് ചന്ദ്രശേഖർജി തിരഞ്ഞെടുക്കപ്പെട്ട വിവരം അറിയിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തെ ഹൃദയംഗമായി അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ 19.24% വോട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി അദ്ദേഹത്തിൻ്റെയും ശ്രീ നരേന്ദ്രമോദിജിയുടെയും നേതൃത്വത്തിൽ ഈ കേരളത്തിൽ പടർന്ന് പന്തലിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരള നിയമസഭയിൽ കേവല ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അടുത്തതായി കഴിഞ്ഞ 5 വർഷം നമ്മുടെ പാർട്ടിയെ കേരളത്തിൽ നയിച്ച, ഞാൻ നേരത്തെ പറഞ്ഞു, വിജയകരമായി നമ്മെ മുന്നോട്ട് നയിച്ച ശ്രീ കെ സുരേന്ദ്രൻജി, അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർജിക്ക് മിനിറ്റ്സ് ബുക്ക്, പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ മിനിറ്റ്സ് ബുക്ക് കൈമാറുന്ന ചടങ്ങാണ്. ആ ചടങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ സുരേന്ദ്രജിയുടെ സൈലന്റ് പെർമിഷനോടെ ഞാൻ 1-2 വാക്ക് സൂചിപ്പിച്ചോട്ടെ. കഴിഞ്ഞ, അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പെർമിഷൻ തരില്ല. കഴിഞ്ഞ 5 വർഷമായിട്ടാണ് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കുന്നത്. വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അനുഭവം പങ്കുവച്ചാൽ 2003 ഒക്ടോബർ മാസം 22-ാം തീയതിയാണ്, അന്ന് വൈകുന്നേരമാണ് സുരേന്ദ്രൻജി അന്നത്തെ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന സമയത്താണ് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ടീമിനോടൊപ്പം യുവമോർച്ചയിൽ പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കുന്നത്.
അന്ന് മുതൽ 2003 ഒക്ടോബർ 22 മുതൽ ഇന്ന് വരെ വ്യത്യസ്ത ചുമതലകളിൽ സുരേന്ദ്രൻജിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കേരളത്തോട് പറയുന്നു, കേരളത്തിലെ പാർട്ടി BJP പ്രവർത്തകരോട് പറയുന്നു. സാധാരണക്കാരനായ ഒരു അനുഭാവിയെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ ആത്മവിശ്വാസം കൊടുത്ത് ഒരു മാതൃകാ പാർട്ടി പ്രവർത്തകനാക്കി മാറ്റുക എന്നുള്ള ദൗത്യം കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് നിർവഹിച്ചിട്ടുള്ള ഒരു BJP നേതാവാണ് കെ സുരേന്ദ്രൻജി എന്ന് 25 വർഷത്തെ എൻ്റെ അനുഭവ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നു. നിരവധി സമര ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ നമ്മൾ ഒക്കെ തന്നെ നമ്മെ കൈപിടിച്ച് മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ സമയം അനുവദിക്കാത്തതുകൊണ്ട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ അനുഭവ സമ്പത്ത്, സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്കുള്ള 5 വർഷത്തെ പരിചയം ഭാവിയിൽ കേരളത്തിൽ BJPക്ക് ഏറ്റവും വലിയ മുന്നേറ്റത്തിന് അവസരമുണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മിൻസ് ബുക്ക് കൈമാറിയതിന് ശേഷമുള്ള പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന സംസാരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അതിനു മുമ്പ് അദ്ദേഹം പാർട്ടി പതാക രാജീവ് ചന്ദ്രശേഖർക്ക് കൈമാറും. അടുത്തതായി നമ്മെ